പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ പാപം വഴി പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായ മനുഷ്യരെ വീണ്ടും പർദീസായിലേക്ക് പുനഃപ്രവേശിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളുടെ കഥയാണ് പഴയ നിയമം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. പിതാക്കന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ച ഓരോരുത്തരിലൂടെയും ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നു. മനുഷ്യരെ വീണ്ടും പർദീസായിലേക്ക് പുനരനയിക്കുവാൻ നടത്തിയ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടെടുത്താണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിക്കുക. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം മനുഷ്യരിലെ ദൈവസൃഷ്ടിയെ പുനഃപ്രതിഷ്ഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. യേശു തൻ്റെ ശരീരരക്തങ്ങൾ നൽകിക്കൊണ്ട് വീണ്ടും നമ്മെ ദൈവസാദൃശ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ ഛായയിലേക്ക് പുനഃപ്രതിഷ്ഠിച്ചു. ക്രിസ്മസിൻ്റെ ഈ ദിവസങ്ങൾ മനുഷ്യൻ ദൈവമായി മാറുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആശംസയുമായിട്ട് കടന്നു വന്ന യേശു തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തെ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവമായി തീരുവാനുള്ളതായ ഒരു നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.